നിനക്ക് അച്ചെടുത്ത് ചെയ്തുകൂടി? അങ്ങനെ ഒരു ആലോചന ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എന്താ ഉദ്ദേശിച്ചേ? അല്ല, നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? അല്ല, അതെന്താ ഒരു അർത്ഥം വെച്ച വർത്താനം? അല്ല, ഇപ്പോഴും വൈകുന്നേരം നീ വിഷയം മാറില്ലേ? നീ അർത്ഥം വെച്ച എന്തോ പറഞ്ഞല്ലോ, അതെന്താന്ന് പറഞ്ഞിട്ട് നീ പോയാ മതി. എന്താ എന്നെ കുറിച്ച് നിനക്കറിയാ? എന്താ എന്നെ കുറിച്ച് നിനക്കറിയാം? അത് നീ പറഞ്ഞിട്ട് പോയാ മതി. നീ അതിന് എന്റെ പിന്നല്ലാണ്ട് നീ അർത്ഥം വെച്ച അങ്ങനെ പറയല്ലേ? അപ്പൊ ഞാൻ ഏറ്റെടുത്ത് നടത്തിയ എന്താ പ്രശ്നം? എന്താ നീ ഉദ്ദേശിച്ചത്? അത് പറ. നിന്റെ കഥകളൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാടാ. ഏത് കഥ? നീ അത് പറഞ്ഞിട്ട് നീ പോയാ മതി. ഏത് കഥ എന്നെ കുറിച്ച്? അത് പറയാൻ ഏത് കഥയാണ്? മറ്റേ ഗിരിജയുടെ ചേച്ചിയുടെ വസ്തു നീ അടിച്ചു മാറ്റിയില്ലടാ. അടിച്ചു മാറ്റിയൊന്നല്ല, പറഞ്ഞ കാശ് കൊടുത്തിട്ട് മേടിച്ചാ ഞാൻ. പറഞ്ഞിട്ട് പോയാ മതി. അങ്ങോട്ട് പോയപ്പോ അടയും ചക്കടം വരെ പോയല്ലേ? പിള്ളേരെ പോലെ അടി കൊടുക്കുന്നതിനാ? അല്ലേ അവൻ പറയുന്നത് കേട്ടാവൻ. എന്താ ഈ ഗിരിജയുടെ ചേച്ചിയുടെ സ്വത്ത് ഞാൻ അടിച്ചു മാറ്റിയതാന്ന് പറഞ്ഞ കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞപ്പോ പിന്നെ വിശ്വാസം വരുന്നില്ല. ഇവിടെ നിൽക്കണം, ചോദിച്ചോക്ക്. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. അവര് ചോദിച്ച പൈസ കൊടുത്തിട്ടാ ഞങ്ങൾ പ്രമാണം ചെയ്തത്. പൈസ കൊടുത്തന്നെ നീ എങ്ങനെ നിന്റെ ഭർത്താവിന്റെ സൈഡിലടി ഈ വക ഇങ്ങോട്ട് വന്നേ. ഗിരിജമായി നിങ്ങളെ അമ്മാനെ വിളിച്ചോണ്ട് പോയേ. അങ്ങോട്ട് എങ്ങനെ പോണേ? എടാ സരസ, നീ എന്ന് വഴക്കുണ്ടാക്കാതെ കയറി വാ. വേണമെങ്കിൽ ഒന്നും എല്ലാം കഴിക്കാം, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ പോകാൻ നോക്കാം. ചെറുക്കന്റെ മേക്കിട്ട് കയറാം. അയ്യോ, ഞാൻ ആരെയും മേക്കിട്ട് കയറില്ല. ഞാൻ അങ്ങ് പോയേക്കാം. പൊന്നെ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോ എല്ലാം കൂടെ അങ്ങ് ഒത്തുകൂടിക്കോളും. ഞാനേ ഇവനെ പോലെ ഇവിടെ പെറ്റി കിടക്കുമ്പോഴൊന്നും പെറ്റി കിടക്കാനൊന്നുമില്ല. അല്ല, ഞാൻ 24 മണിക്കൂർ കൂടെ പെറ്റി കിടക്കാനില്ലേ. നിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഉള്ളത് ഞാൻ പറഞ്ഞാണ്. ചിറ്റപ്പനോട് ഇവിടെ എല്ലാവരും സ്നേഹമായിട്ടാണ് പെരുമാറിയത്. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ ചിറ്റപ്പം അങ്ങ് പോവാൻ നോക്ക്. എന്റെ പൊന്നെ, ഞാൻ ആരെവിടെയും വഴക്കുണ്ടാക്കാൻ പറഞ്ഞില്ലേ? വഴക്കും വെക്കാനൊന്നും ഇല്ലാത്ത വീടല്ലേ. ഞാൻ പോയേക്കാം. മാമൻ ഇറങ്ങാ. ഇറങ്ങിയമ്മാവാ. പിന്നെ മറ്റേ ആ സരസൻ ചെറ്റപ്പനുണ്ടല്ലോ, ചെറ്റപ്പൻ. അങ്ങനെ ഇനി എങ്ങാനും കാണണമെങ്കിൽ ഒന്നും പറയാൻ പോണ്ട, അതങ്ങ് വിട്ടേരെ. അയ്യോ, ഞാനൊന്നും പറയണില്ലേ. ഇനി അഥവാ അവനെങ്ങാനും എൻ്റെ അടുത്ത് ചൊറിയാൻ വന്ന ഈ ചീരടലിൽ പുഴുല്ലേ, അതിനെ ഞരടണ പോലെ ഞരടും ഞാൻ. ഞരടയും പിച്ചയൊന്നും വേണ്ടെന്നേ. നമ്മുടെ ആയിരുന്നു ഇരുന്നാൽ പോരെ, വെറുതെ എന്തിനാ ആവശ്യമില്ല ബന്ധുക്കളും. അല്ലെങ്കിൽ അവൻ എന്നെ അറിയാം, അവൻ്റെ മുമ്പിൽ പെടാനൊന്നും പോടില്ല. വാടി പോവാ. പുഴുവരുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഞരണ്ടിക്കോ. അയ്യോ, ഇതിനെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? ഒന്നും പറയണ്ട. ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ ബാറിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോഴേ അവിടെ ഭയങ്കര ബഹളം. ചെന്ന് നോക്കിയപ്പോൾ ഈ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറയാ കനകം പോലീസിന്റെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊരു ബഹളം. അപ്പം വെള്ളം ആയതുകൊണ്ട് അയക്ക് കൊണ്ടുവരാൻ ഒരു പേടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഗിരിരാനെ കണ്ടെന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന്. അങ്ങനെ കൊണ്ടുവന്നേ. നിന്റെ ചരിത്രം മൊത്തത്തിൽ ഞങ്ങളെ വിളമ്പിട്ട് വിളമ്പടാ. എന്നെ അടിക്കാൻ പറഞ്ഞു. പിന്നെ നിന്നെ അടിക്കാണ്ടേ? ഞാൻ എന്നെ അടിക്കാൻ? നീ ആരും എന്നെ അടിക്കാൻ? ഞാൻ ആരാന്ന് കാണിച്ചാരാ. വാടാ വാ.